പ്രിയമുള്ളവർ, എൻ്റെ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രാചീന കാലത്ത് കേരളത്തിൽ, അതായത് തിരുവിതാംകൂറിൻ്റെ തെക്കൻ തിരുവിതാംകൂറിൽ നാഗർകോവിലിനടുത്ത് ഒരു ഉൾഗ്രാമത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രേതബാധ അകറ്റാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള സമ്പ്രദായങ്ങളുണ്ടായിരുന്നു. മന്ത്രവാദം, ചരട് ജപിച്ച് കെട്ട, കൂട് നിറച്ച് രക്ഷ കെട്ടുക, ഹോമം ചെയ്യുക, പൂജാതി കർമ്മങ്ങൾ ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ തുടികൊട്ടി പാട്ടുപാടി പ്രേതത്തെ അകറ്റിയിരുന്ന ഒരു രീതി തെക്കൻ തിരുവിതാംകൂർ നാഗർകോവിലിനടുത്ത് ഒരു ഉൾഗ്രാമത്തിൽ നിലനിന്നിരുന്നു. ഏതാണ്ട് 9-ാം നൂറ്റാണ്ടിലാണ് ഈ സമ്പ്രദായം ഉണ്ടായിരുന്നത്. ഇന്ന് ആ പ്രദേശം തമിഴ്നാട് പ്രവിശ്യയിലാണ്. അകാലത്തിൽ മരണമടഞ്ഞ, അതായത് ജീവിത നൈരാശ്യം കൊണ്ട് ആത്മഹത്യ ചെയ്തവരുടെയും കൊല്ലപ്പെട്ടവരുടെയും അപകടത്തിൽ മരിച്ചവരുടെയും യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവരുടെ യോദ്ധാക്കളുടെയും പ്രേതം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നുണ്ടെന്നും അത് ജീവിച്ചിരിക്കുന്ന മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നുണ്ടെന്നും ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതിനെ അകറ്റുവാൻ വേണ്ടി തുടികൊട്ടി പാട്ടുപാടുക എന്ന ഒരു രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിന് വേണ്ടിയിരിക്കുന്ന ഉപകരണം ഒരു വലിയ വില്ല്. ആ വില്ലിൻ്റെ 2 തലയ്ക്കലും നിവർത്തി പിടിച്ച് ഓരോരുത്തർ ഇരിക്കുന്നുണ്ടാവും. അത് വില്ല് മറിഞ്ഞു പോകാതിരിക്കാനാണ്. പിന്നെ പ്രധാന ഗായകൻ അതിൻ്റെ വില്ലിൻ്റെ നടുവിലിരുന്ന് 2 ചെറിയ കോലുകൊണ്ടിങ്ങനെ താളത്തിൽ കൊട്ടി പാടും. അയാളുടെ അപ്പുറത്തും ഇപ്പുറത്തും വേറെ കുറച്ച് പേരുണ്ടാവും. ആ പാട്ടിനെ ഏറ്റുപാടും. ആ പാട്ടിൻ്റെ ഈരടികൾ ചിലത് ഞാനിവിടെ ഉദാഹരണത്തിന് ഞാൻ പറയാം. ഒരു പാട്ടിതാണ്: ഞാനുമെൻ്റളിയേനും കളി കാമാൻ പോയേ, അവിടെ വച്ചെൻ്റളിയേനെ വയമൂക്കൻ തൊട്ടേ, അവിടെന്നെൻ്റളിയേനെ കിഴക്കോട്ടെടുത്ത്, അവിടത്തെ വയകാരി അവിടെയില്ലാർന്നു, അവിടെന്നെൻ്റളിയേനെ പടിഞ്ഞാട്ടെടുത്ത്, അവിടത്തെ വയകാരി അവിടെയില്ലാർന്നു, അവിടെന്നെൻ്റളിയേനെ വടക്കോട്ടെടുത്ത്, അവിടത്തെ വയകാരിൻ അവിടെയില്ലാർന്നു, അവിടെന്നെൻ്റളിയേനെ തെക്കോട്ടെടുത്ത്, അവിടുത്തെ വയകാരിൻ അവിടെയില്ലാർന്നു, അവിടെന്നെൻ്റളിയേനെ കുഴിക്കോട്ടുമെടുത്ത്, തെക്കു കിഴക്കായി കുഴിയൊന്നെടുത്ത്, എന്നിട്ടളിയേനെ കുഴിയിലും വച്ച്. ഇതാണ് പാട്ട്. അതായത് അകാലത്തിൽ മരണമടഞ്ഞ, വിഷം തീണ്ടി, മൂർഖൻ പാമ്പിൻ്റെ വിഷം തട്ടി മരിച്ച ഒരു യുവാവിനെ കുറിച്ചാണ് പാടുന്നത്. അവർ കടിയേറ്റിട്ട് കൂടെ ഉണ്ടായിരുന്നവർ അയാൾ 4 ഭാഗത്തേക്കും കൊണ്ടുപോയി. അതാണ് കിഴക്ക്, തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, അങ്ങനെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും 4 ദിക്കിലേക്കും പോയിട്ടും ഫലമുണ്ടായില്ല. അയാൾ മരണപ്പെടുകയാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു തോറ്റമ്പാല് പോലെ പാടാം. ഇത് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞോളൂ. അത് അയാളുടെ, പിന്നെ വീരമൃത്യു മരിച്ച യോദ്ധാവിനെ അയാളുടെ അവദാനങ്ങളെക്കുറിച്ച് പാടും. അതേപോലെ തന്നെ കൊല ചെയ്യപ്പെട്ടവർക്ക്, അതിൻ്റെ ആത്മഹത്യ ചെയ്തവർക്ക് അതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പാടി അത് ഈ പ്രേതബാധ അകറ്റും എന്ന് അകന്നു പോകുന്നതാണ് അവരുടെ വിശ്വാസം ഉണ്ടായിരുന്നു. അതിന് വലിയ പ്രാധാന്യം കിട്ടിയില്ല. പിന്നീട് അത് ഒരു കലാരൂപമായിട്ട് മാറി. അതായിരുന്നു നമുക്കതിൽ നിന്ന് കിട്ടിയ നേട്ടം. അതിൽ കുറച്ച് പരിഷ്കാരങ്ങളൊക്കെ വരുത്തി. ഈ വില്ലിൻ്റെ തലയ്ക്കൽ മണികളൊക്കെ കെട്ടി, ഈ ഗായക സംഘം കുറേ ആൾക്കാരുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ വന്നു. അത് ചില വാദ്യോപകരണങ്ങളൊക്കെ വച്ച് ആ പാട്ട്
ഈണത്തിൽ പാടാനും അങ്ങനെ കൊട്ടി ശബ്ദമൊക്കെ ഉണ്ടാക്കാനും തുടങ്ങി. അതങ്ങനെ വന്ന് ഒരു ഈ പ്രേതബാധ ഒഴിപ്പിക്കൽ അപ്രധാനമായി അതൊരു കലാരൂപമായി കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലായിടത്തും വേദികൾ കൈയടക്കി വാണിരുന്ന ഒരു കലയായിരുന്നു. നമ്മുടെ കഥാപ്രസംഗം ഒരു കാലത്ത് നിങ്ങൾക്കറിയാവുന്നതാണ്. കേരളത്തിൻ്റെ സർവ്വവേദികളും കൈയടക്കിയിരുന്ന ഒരു കലയായിരുന്നു. അതിപ്പോൾ വലിയ പ്രാധാന്യമൊന്നും അതിനില്ല. അതുപോലെ തന്നെ എല്ലാ വേദികളും സാംസ്കാരിക സദസ്സുകളിൽ, സ്കൂളുകളിൽ, കോളേജുകളിൽ, യുവജനോത്സവത്തിന്, അമ്പലപ്പറമ്പുകളിൽ, എന്തിന് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ സമ്മേളനങ്ങളിൽ പോലും ഈ വില്ലടിച്ചാമ്പാട്ട് വലിയ പരിപാടിയായിരുന്നു. അത് കാണാനും കേൾക്കാനും ഒരുപാട് സ്ഥലത്ത് നിന്ന് ആൾക്കാർ വന്നിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിൽ എതിർ പാർട്ടിപ്പെട്ടവർ പോലും ഈ വില്ലടിച്ചാമ്പാട്ട് കേൾക്കാൻ വരും. ഈ വില്ലടിച്ചാമ്പാട്ട് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ വില്ലടിച്ചാമ്പാട്ടിൽ ഉള്ള പരിപാടി എന്ന് വെച്ചാൽ എതിർ പാർട്ടിക്കാരെ പറ്റി, അവരുടെ നേതാക്കന്മാരെയും പറ്റി, ഇപ്പോൾ പ്രതിപക്ഷമാണെങ്കിൽ ഭരണകക്ഷിയുടെ പാളിച്ചകളും ഒക്കെ പറ്റിയിട്ട് ഇങ്ങനെ വിളിച്ചു പറയണം. അതേപോലെ തന്നെ അവരാണെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ അങ്ങേറ്റം കുറ്റങ്ങൾ പറയും, അവരുടെ നേതാക്കന്മാരെ ഒക്കെ പറ്റി കുറ്റങ്ങളൊക്കെ പറയും. എന്നിട്ട് അവരുടെ പാർട്ടിയെ പറ്റി പുകഴ്ത്തി പറയും. ഇതാണ് അതിൻ്റെ പ്രമേയം. ആ പരിപാടി കേൾക്കാൻ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിരുന്നു. പക്ഷേ ഇന്നതിന് വലിയ ഈ പ്രാധാന്യം കാണുന്നില്ല വില്ലടിച്ചാമ്പാട്ടിന്. അതിൽ സാമൂഹ്യമായിട്ട് അതിന് ചില മാറ്റങ്ങളൊക്കെ വരുത്തി. പിന്നീട് അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടല്ല, കാലക്രമേണ അതിന് ചില പരിഷ്കാരങ്ങളൊക്കെ വരുത്തി. ഈ ഗായക സംഘത്തിന് ചില വേഷവിധാനങ്ങളൊക്കെ വെച്ചു. ചിലർ കോമാളി വേഷം, ചിലർ വേറെ വിധത്തിൽ, ചിലർ കിഴവന്മാരുടെ, ചിലർ പെണ്ണുങ്ങളുടെ, അങ്ങനെയൊക്കെ വേഷങ്ങളൊക്കെ കെട്ടി ഈ വേദിയിൽ ഇരുന്ന് പാട്ടിൻ്റെ രീതിക്കും സന്ദർഭത്തിനും അനുസരിച്ച് കോമിക്കളും ഗോഷ്ഠികളൊക്കെ കാണിക്കുക. അപ്പോൾ കാണിച്ച് ആൾക്കാരെ രസിപ്പിക്കാനും ചിരിപ്പിക്കാനൊക്കെ തുടങ്ങി. ഇത് സാമൂഹ്യമായിട്ട് നർമ്മരസത്തിൽ ചാലിച്ചെടുത്ത പാട്ടുകളാണ് ഇതിന് ഉപയോഗിച്ചിരുന്നത്. ഇന്നതിന് വലിയ സാമൂഹികമായിട്ട് ഒരു പാട്ട് എൻ്റെ ഒരു ഈരടി ഞാൻ പറയാം. അതിൻ്റെ തുടക്കം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കാം. നുണ പറയാം കൂട്ടരെ, നുണ പറയാം കൂട്ടരെ, മോതിരത്തിന് കല്ല് വച്ച നുണ പറയാം കൂട്ടരെ, പെരുവഴിയിൽ കൂടിയൊരു കപ്പൽ വന്നു, ഇടവഴി തിങ്ങി 2 ഈച്ച ചത്തും. ആ പാട്ടിൻ്റെ തുടക്കം തന്നെ നുണ പറയാമെന്ന് പറഞ്ഞിട്ടാണ്. അത് മുഴുക്ക നുണയാണ്. അപ്പോൾ ഇങ്ങനെ ആൾക്കാരെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് പെരുവഴിയിൽ കൂടി കപ്പൽ വരുമെന്ന് പറഞ്ഞാൽ നമുക്കത് ആരെങ്കിലും ചിരിച്ചു പോകും. അതേപോലെ ഇടവഴി തിങ്ങി, പെരുവഴി കൂടി വന്ന കപ്പൽ ഇടവഴി തിങ്ങിയിട്ടാണ് ഈച്ച മരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പാട്ടിൽ ഒരുപാടുണ്ട്. അത് കേട്ടിരുന്നാൽ നമുക്ക് നല്ല ഇമ്പത്തിലും അവർ ചില ഗോഷ്ഠികളും അതൊക്കെ കാണിച്ച് നല്ല രസകരമായിട്ടുള്ളൊരിതായിരുന്നു. ഇപ്പോൾ ആ പരിപാടി നിലച്ചു. അങ്ങനെ ഒരുപാട് കലാമൂല്യങ്ങൾ നമുക്ക് അപ്രത്യക്ഷമായിട്ടുണ്ട്. അതൊക്കെ കാലത്തിൻ്റെ പ്രവാഹത്തിൽ നിന്ന് പോയതാണ്. ഞാൻ പറഞ്ഞപ്പോൾ കഥാപ്രസംഗം ഒരു കാലത്ത് ഹരികഥ അങ്ങനെ ഓരോന്നും ഉണ്ടായിരുന്നു. അതൊക്കെ നിലച്ച പോലെ ഇതും പോയി. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള കലാമൂല്യങ്ങളൊക്കെ നാടൻ പാട്ടുകളിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഈ നാടൻ പാട്ടുകൾ ആരും എഴുതി വച്ചതല്ല. അത് പൂർവികമായിട്ട് തലമുറ പോലും കൈമാറിപ്പോന്ന വായ്മൊഴികളാണ്. ഏതാണ്ട് 9-ാം നൂറ്റാണ്ടിലാണ് ഈ പ്രേതബാധ ഒഴിപ്പിക്കാൻ വില്ലടിച്ചാമ്പാട്ട് തുടങ്ങിയത്. ഇനിയും ഇതുപോലുള്ള പരിപാടികൾ ഉണ്ടാവട്ടെ, ഉള്ള പരിപാടികൾ തന്നെ നിലയ്ക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഏവർക്കും നന്ദി, നമസ്തേ.